അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധം 6-ാമത്തെ അധ്യായം 19-ാമത്തെ ശ്ലോകം മുതൽ നമ്മളിന്ന് പാരായണം ചെയ്യും. സൂത ഉവാച യൂയം ധന്യാ മഹാഭാഗാ ധന്യോഹം പൃഥിവീതലേ യേഷാം ശ്രവണബുദ്ധിശ്ച മമാപി കഥനേ കില. പുരാചൈകാർണവേ ജാതേ വിലീനേ ഭുവനത്രയേ ശേഷപര്യംഗസുപ്തേ ച ദേവദേവേ ജനാർദ്ദനേ. വിഷ്ണുകർണമലോദ്ഭൂതൗ ദാനവോ മധുകൈടഭൗ മഹാബലൗ ച തൗ ദൈത്യൗ വിവൃദ്ധൗ സാഗരേ ജലേ. ക്രീഡമാനൗ സ്ഥിതൗ തത്ര വിചരന്താവിതസ്തതാ താവേ ഗദാ മഹാകായൗ ക്രീഡാസക്തൗ മഹാർണവേ. ചിന്താമവാപതുശ്ചിത്തേ ഭ്രാതരാവിവ സംസ്ഥിതൗ നാകാരണം ഭവേത് കാര്യം സർവത്രൈഷാ പരമ്പരാ. ആധേയം തു വിനാധാരം ന തിഷ്ഠതി കഥഞ്ചന. ആധാരാധേയഭാവസ്തു ഭാതി നോ ചിത്തഗോചര. ക്വ തിഷ്ഠതി ജലം ചേദം സുഖരൂപം സുവിസ്തരം. കേന സൃഷ്ടം കഥം ജാതം മഗ്നാവാം ജലേ സ്ഥിതൗ. ആവാം വാ കഥമുൽപ്പന്നൗ കേന വോൽപാദിതാവുഭൗ. പിതരൗ ക്വേതി വിജ്ഞാനം നാസ്തി കാമം തഥാവയോ. സൂത ഉവാച ഏവം കാമയമാനൗ തൗ ജഗ്മതുർന വിനിശ്ചയം. ഉവാച കൈഡഭസ്തത്ര മധും പാർശ്വേ സ്ഥിതം ജലേ. കൈഡഭ ഉവാച മധോ വാമത്ര സലിലേ സ്ഥാതും ശക്തിർമഹാബല. വർത്തത്തെ ഭ്രാതരചല കാരണം സാഹി മേമത. തയാ തതമിദം തോയം തദാധാരം ച തിഷ്ഠതി. സാ ഏവ പരമാദേവി കാരണം ച തഥാവയോ. ഏവം വിബുദ്ധ്യമാനൗ തൗ
ചിന്താവിഷ്ടോ യദാസുരൗ തദാകാശേ ശ്രുതം താഭ്യാം വാഗ്ബീജം സുമനോഹരം ഗൃഹീതം ച തതസ്താഭ്യാം തസ്യാഭ്യാസോ ദൃഢകൃത തദാ സൗദായിനി ദൃഷ്ട താഭ്യാം ഘേചോ സ്ഥിതാ ശുഭാ താഭ്യാം വിചാരിതം തത്ര മന്ത്രോയം നാത്ര സംശയ തഥാ ധ്യാനമിദം ദൃഷ്ടം ഗഗനെ സഗുണം കില നിരാഹാരോജിതാത്മാനൗ തന്മനസ്കൗ സമാഹിതൗ ബഭൂവതുർവിചിന്യൈവം ജപധ്യാനപരായണൗ ഏവം വർഷസഹസ്രം തു താഭ്യാം തപ്തം മഹാതപ പ്രസന്ന പരമാശക്തിർജാത സാ പരമാതയോ ഖിന്നൗ തൗ ദാനവോ ദൃഷ്ട്വാ തപസേ കൃതനിശ്ചയൗ തയോരനുഗ്രഹാർത്ഥായ വാഗുവാചാ ശരീരിണി വരം വാം വാഞ്ഛിതം ദൈത്യൗ ബ്രൂതം പരമസമ്മതം ദദാമി പരിതുഷ്ടാസ്മി യുവയോസ്തപസാ കില സൂത ഉവാച ഇതി ശ്രുത്വാ തു താം വാണിം ദാനവാനുവചതുസ്തദാ സ്വേച്ഛയാ മരണം ദേവി വരം നോ ദേഹി സുവ്രതേ വാഗുവാച വാഞ്ഛിതം മരണം ദൈത്യൗ ഭവേദ്വാം മൽപ്രസാദത അജേയൗ ദേവദൈത്യൈശ്ച ഭ്രാതരോ നാത്ര സംശയ സൂത ഉവാച ഇതി ദത്തവരോ ദേവ്യാ ദാനവോ മദദർപ്പിതൗ ചക്രതു സാഗരേ ക്രീഡാം യാദോ ഗണസമന്വിതൗ കാലേന കിയതാ വിപ്ര ദാനവാഭ്യാം യദൃച്ഛയാ ദൃഷ്ട പ്രജാപതിർബ്രഹ്മ പത്മാസനഗത പ്രഭു ദൃഷ്ട്വാ തു മുദിതാവാസ്താം യുദ്ധകാമൗ മഹാബലൗ തമൂചതുസ്തദാ തത്ര യുദ്ധം നൗ ദേഹി സുവ്രതാം നോ ചേൽ പത്മം പരിത്യജ്യ യഥേഷ്ടം ഗച്ഛമാചിരം യദി ത്വം നിർബലശ്ചാസി ക്വയോഗ്യം ശുഭാസനം വീരഭോഗ്യമിദം സ്ഥാനം കാതരോസി ത്യജാശു വൈ തയോരിതി വചശ്രുത്വാ ചിന്താമാപ പ്രജാപതി ദൃഷ്ട്വാ ച ബലിനൗ വീരൗ കിം കരോമീതി താപസാം ചിന്താവിഷ്ടസ്തദാ തസ്ഥൗ ചിന്തയൻ മനസാ തദാ. ശ്രീ ജഗദംബികായൈ നമഃ. ഇതി ശ്രീമദ്ദേവി ഭാഗവതേ പ്രഥമസ്കന്ധേ ഷഷ്ഠോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം അതിൻ്റെ പ്രഥമസ്കന്ധത്തിൽ 6-ാമത്തെ അധ്യായം, അതിൽ 19-ാമത്തെ ശ്ലോകം മുതലുള്ള ഭാഗമാണ് ഇന്ന് ഭാഷാഗാനമായി നതോന്നതാവൃത്തത്തിൽ വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ തർജ്ജമയിലൂടെ അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. നിങ്ങൾക്കു കേൾക്കുവാനുള്ള ശ്രദ്ധയുണ്ടായതുപോലെ നിങ്ങളോടു ചൊല്ലാൻ എനിക്കും ശ്രദ്ധയുണ്ട്. മഹാഭാഗ്യശാലികളെ നിങ്ങളുമീ ഞാനും ഇപ്പോൾ മഹീതില്ലത്രയേറെ ധന്യരാണല്ലോ. സമുദ്രത്തിൽ മൂലോകവും വിലയിക്കെ ജനാർദ്ദനൻ ശേഷതൽപേ സുഷുപ്തിയിൽ ലയിച്ചിരിക്കേ. വിഷ്ണുവിൻ്റെ കർണമലത്തിൽ നിന്നുണ്ടായി 2 ദൈത്യർ മഹാശക്തർ, മധു പിന്നെ കൈടഭൻ താനും.
മഹാകായന്മാരാമവർ ക്രീഡാസക്തരായി രമിച്ചു. മഹാസമുദ്രത്തിൽ സദാ പാഞ്ഞു നടന്നു. ക്രീഡിക്കുമ്പോൾ ഇരുവർക്കും മനസ്സിൽ ചിന്തയുണ്ടായി. കാരണമില്ലാതെ കാര്യം ഉണ്ടാകില്ലല്ലോ. ആധാരമില്ലാതെയൊരു ആധേയം നിലനിൽക്കില്ല. ആധാരാധേയ ഭാവമോ നമുക്കജ്ഞാനം. എങ്ങും പരന്നു കിടക്കും സുഖപ്രദമാമീ ജലം. എന്തിനെ ആശ്രയിച്ചാണു സ്ഥിതി എന്നതും ഏതൊരാളു സൃഷ്ടിച്ചുവെന്നതും പിന്നെ ഇരുവരും എങ്ങനെ ജലത്തിൽ താണു പോകാതെ നിൽപ്പൂ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. നമ്മൾ രണ്ടുപേരും ഏതു വിധത്തിലാണുണ്ടായത്, നമ്മെ ആരു ജനിപ്പിച്ചു എന്നതുപോലെ നമ്മുടെ മാതാപിതാക്കൾ എവിടെയാണുള്ളതെന്നും നമുക്കു രണ്ടുപേർക്കൊട്ടും അറിഞ്ഞുകൂടാ. ഇത്തരത്തിൽ ചിന്തിച്ചവർക്കൊന്നും തീർച്ചയായതില്ല. ഈ സമയം കൈടഭൻ മധുവിനോടോതി, നമുക്കി ജലത്തിൽ നിൽക്കാൻ ബലമേറും അചലയായി ശക്തിയുണ്ട് കാരണമായി എന്നാണെൻ മതം. ജലത്തിൽ വ്യാപിച്ച ശക്തിയായ ആശ്രയിക്കും ജനം. ജലത്തിൽ വ്യാപിച്ച ശക്തിയെ ആശ്രയിക്കുന്നു ജനം. നമ്മെ സൃഷ്ടിച്ചതും പരാശക്തി താനല്ലോ. അസുരർക്കു ഈ വിധത്തിൽ ബോധമുണ്ടായൊരാ നേരം അശരീരി വാഗ്ബീജമായി കേൾക്കാൻ കഴിഞ്ഞു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ആമന്ത്രത്തെ ശ്രദ്ധിച്ചവർ അഭ്യസിച്ചു ഉറപ്പിച്ചു. ആകാശത്തു ശുഭമായി മിന്നലുണ്ടായി. ഇതു മന്ത്രം തന്നെ നൂനം നമ്മുടെ ധ്യാനം സഗുണരൂപമായി മാറിയതാണല്ലോ മിന്നലും. നിരാഹാരരായി അവർ ഏകാഗ്രചിത്തരായി പിന്നെ ജപധ്യാന പരായണ തൽപരരായി. 1000 വർഷങ്ങളവർ ഉഗ്രമായ തപം ചെയ്തു. ആ സമയം പരാശക്തി പ്രസന്നയായി. അസുരന്മാരാമവരെ അനുഗ്രഹിക്കുവാൻ വേണ്ടി അശരീരിണിയായവം അരുളി ചെയ്തു. നിങ്ങൾ ഇഷ്ടവരങ്ങളെ വരിക്കുക, ഞാനതേകാം. നിങ്ങളുടെ തപസ്സിനാൽ സന്തുഷ്ടയായി ഞാൻ. ഈ വാക്കുകൾ കേട്ട നേരം ഈ വിധം ചൊല്ലിദാനവർ, ഇച്ഛയ്ക്കൊത്തു വേണം അമ്മേ ഞങ്ങൾക്കു മൃത്യു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദാനവരെ ഇച്ഛയ്ക്കൊത്ത മരണം സംഭവിക്കട്ടെ. ദേവദൈത്യന്മാരാരുമേ ജയിക്കയില്ല. ദേവി പ്രസാദം ലഭിച്ച ദൈത്യരോഗർവിതരായി ജലജന്തുക്കളോടൊപ്പം ക്രീഡിച്ചാനവർ. അധികം വൈകാതെ ദൈത്യർ
പ്രജാപതി പത്മാസനൻ പ്രഭുവായ ബ്രഹ്മാവിനെ കാണാനിടയായി. അവർക്കേറെ സന്തോഷമായി. മഹാപരാക്രമികളോ അജനോടു യുദ്ധം ചെയ്യാൻ വരാൻ പറഞ്ഞു. യുദ്ധം ചെയ്യുന്നില്ല എങ്കിൽ പത്മം വെടിഞ്ഞിട വേണം. ദുർബലനു എന്തിനാണി ശ്രേഷ്ഠമാം സ്ഥാനം. ഭീരുവാം നീ വീരന്മാർക്കു ഇരിക്കുവാനുള്ള സ്ഥാനം ഉപേക്ഷിക്കൂ. വാക്കു കേട്ടു ബ്രഹ്മൻ ചിന്തിച്ചു. പരാക്രമികളും ബലശാലികളും ആയവരെ കണ്ട ബ്രഹ്മൻ എന്തു ചെയ്യും എന്നു ചിന്തിച്ചു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ദേവീ നിന്നുടലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവീ വാഴുകയൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ശ്രീ ചോറ്റാനിക്കരമേ ശരണം. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജയായി നാം സമർപ്പണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ പ്രഥമസ്കന്ധത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 19-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. കൃഷ്ണദ്വൈപായനിൽ നിന്നും കേട്ട ശുഭത്തെ നൽകുന്ന എല്ലാ ആഗ്രഹങ്ങളെയും സാധിപ്പിക്കുന്ന പുരാണകഥ പറഞ്ഞു തരണേ എന്ന് ഋഷീശ്വരന്മാർ, ശൗനകൻ തുടങ്ങിയവർ അവിടെ സൂതനോട് അപേക്ഷിക്കുന്നു. അതിനു മറുപടിയായി സൂതൻ കഥകൾ പറയുകയാണ്. സൂതൻ പറയാനായിട്ട് ആരംഭിക്കുന്നു. യൂയം ധന്യാ മഹാഭാഗ, അല്ലയോ മഹാഭാഗ്യവാന്മാരെ, നിങ്ങൾ വലിയ ധന്യരാണ്. ധന്യോഹം, ഞാനും ധന്യനാണ്. ഈ ഭൂമിയിൽ വെച്ച്, പൃഥിവീതലേ, ഞാനും ഈ ഭൂമിയിൽ വെച്ച് ഏറ്റവും ധന്യനാണ്. കാരണം എന്താ? യേഷാം ശ്രവണബുദ്ധിശ്ച മമാപി കഥനേക്കില. നിങ്ങൾക്ക് കേൾക്കാനും എനിക്ക് പറയാനും ശ്രദ്ധയുണ്ടായതുകൊണ്ട്. ഇപ്പോൾ ഭാഗവത കഥകൾ പറയുമ്പോൾ ഏതൊരാളും ആദ്യം സ്മരിക്കേണ്ടത്, അല്ലെങ്കിൽ അയാളുടെ മനസ്സിലുണ്ടാകേണ്ടുന്ന വിചാരവികാരങ്ങൾ ഇതാണ്. യൂയം ധന്യാ മഹാഭാഗ, ധന്യോഹം പൃഥിവീതലേ, യേഷാം ശ്രവണബുദ്ധിശ്ച മമാപി കഥനേക്കില. എനിക്ക് പറയാനും നിങ്ങൾക്ക് കേൾക്കാനുമുള്ള ശ്രദ്ധ ഉണ്ടായി, അത് മഹാഭാഗ്യമാണ്. എന്നിട്ട് പറയുകയാണ്, പുരാചൈകാർണവേ ജാതേ വിലീനേ ഭുവനത്രയേ ശേഷപര്യങ്ക സുപ്തേച ദേവദേവേ ജനാർദ്ദനേ. പുരാചൈകാർണവേ ജാതേ, സമുദ്രജലത്തിൽ ഈ ലോകം മുഴുവൻ, വിലീനേ ഭുവനത്രയേ, 3 ലോകങ്ങളും മുപ്പാരും ലയിച്ചിരിക്കെ, വിലയിച്ചിരിക്കെ ആ പ്രളയജലത്തിൽ ശേഷപര്യങ്ക സുപ്തയെ, ശേഷതൽപ്പത്തിൽ, ശേഷനാകുന്ന കിടക്കയിൽ കിടന്ന് ഉറങ്ങുന്നു. ആരാ? സാക്ഷാൽ ദേവദേവേ ജനാർദ്ദനെ, ദേവദേവനായിരിക്കുന്ന ജനാർദ്ദനൻ. ആ ജനാർദ്ദനൻ ലയിച്ചിരിക്കെ, ഉറക്കത്തിൽ ലയിച്ചിരിക്കെ, വിഷ്ണുകർണമലോദ്ഭൂതവും ദാനവവും മധുകൈടഭവും, വിഷ്ണുവിൻ്റെ കർണമലത്തിൽ നിന്ന്, ചെവിക്കായം എന്നൊക്കെ പറയില്ലേ, ആ കർണമലത്തിൽ നിന്ന് 2 അസുരന്മാരുണ്ടായി. മഹാബലൗ ച തൗ ദൈത്യൗ വിവൃദ്ധൗ സാഗരേ ജലേ.
അവരെ ആ സാഗരജലത്തിൽ വളർന്ന് വലുതാവാൻ തുടങ്ങി. അവരുടെ പേരാണ് മധു, കൈടഭൻ. അങ്ങനെ രണ്ട് പേര്. അതുകൊണ്ടാണ് മധു കൈടഭന്മാര് എന്നവരെ പറയുന്നത്. അങ്ങനെ മഹാശക്തന്മാരായി ക്രീഡമാനോ സ്ഥിതോ തത്ര വിചരന്താവിതസ്തത താവേകഥ മഹാകായോ ക്രീഡാസക്തോ മഹാർണവേ. മഹാകായന്മാരായ അതിവലിയ ശരീരത്തോടുകൂടിയ അതിബൃഹത്തായ ശരീരത്തോടുകൂടി അവർ ക്രീഡാസക്തരായി കളിക്കാൻ ആഗ്രഹിച്ചും കൊണ്ട് രമിച്ചും കൊണ്ട് മഹാസമുദ്രത്തിൽ വിചരന്താവിതസ്തത അവിടെയും ഇവിടെയും ഓടി നടന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സമുദ്രജലത്തിൽ ഇങ്ങനെ നടക്കുന്നു. ചിന്താമവാപതുശ്ചിത്തെ ഭ്രാതരാവിവ സംസ്ഥിതവും നാകാരണം ഭവേത് കാര്യം സർവത്രൈഷാ പരമ്പര. ഇങ്ങനെ കളിച്ചും കൊണ്ടിരിക്കെ ഒരിക്കൽ സഹോദരന്മാരായിരിക്കുന്ന രണ്ടു പേർക്കും മനസ്സിൽ ഒരേ സമയം ഒരു ചിന്തയുണ്ടായി. കാരണം കൂടാതെ കാര്യമുണ്ടാവില്ല. ഇതല്ലേ എല്ലായിടത്തുള്ള നിയമം. അവരുടെ ചിന്ത അതാണ്. എല്ലാത്തിനും ഒരു കാരണമുണ്ടാവും, ഒരു ആധാരമുണ്ടാവും. ആധേയം തു വിദ്യാധാരം ന തിഷ്ഠതി കഥഞ്ചന ആധാരാധേയ ഭാവസ്തു ഭാതിനോ ചിത്തഗോചര. ആധാരമില്ലാതെ ആധേയം ഒരു പ്രകാരത്തിലും നിലനിൽക്കില്ല. എന്നാൽ ആധാരാധേയ ഭാവം നമുക്ക് അറിയാൻ കഴിയണില്ലല്ലോ. നമ്മൾ എന്തിന് ആധാരമാണ്, അല്ലെങ്കിൽ ഈ ജലം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു, ആരാണ് സൃഷ്ടിച്ചത്, നാം ജലത്തിൽ താണുപോകാതെ നിൽക്കുന്നതിന് കാരണം എന്താണ്? ഇതൊക്കെയാണ്. ക്വതിഷ്ഠതി ജലം ഛേദം സുഖരൂപം സുവിസ്തരം. എല്ലായിടത്തും പരന്നു കിടക്കുന്ന സുഖത്തെ നൽകുന്ന സുഖസ്വരൂപമായിരിക്കുന്ന ഈ ജലം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? കേന സൃഷ്ടം കഥം ജാതം മഗ്നാവാം ജലേ സ്ഥിതവും. ആരാണ് സൃഷ്ടിച്ചത്? എങ്ങനെയാണ് നമ്മൾ ഈ വെള്ളത്തിൽ താണുപോകാതെ ഇങ്ങനെ നിൽക്കുന്നത്? അവരുടെ ചിന്ത. ആവാം വാ കഥമുൽപ്പന്നോ കേനവോൽപാദിതാവുഭൗ പിതരൗ ക്വേതി വിജ്ഞാനം നാസ്തി കാമം തഥാവയോ. നമ്മൾ രണ്ടുപേരും എങ്ങനെ ഉണ്ടായി? ആരാണ് നമ്മളെ ജനിപ്പിച്ചത്? കേനവോൽപാദിതാവുഭൗ, നമ്മളെ രണ്ടുപേരെയും ജനിപ്പിച്ചത് ആരാണ്? പിതരൗ ക്വേതി, നമ്മുടെ മാതാപിതാക്കൾ ആരാണ്? ഇത് ഒന്നും വിജ്ഞാനം നാസ്തി, നമുക്ക് രണ്ടുപേർക്കും ഇതിനെക്കുറിച്ച് അറിവില്ല. അവരിങ്ങനെ ചിന്തിച്ചു. സൂതൻ പറയുകയാണ്, ഏവം കാമയമാനോതൗ ജഗ്മതുർന്ന വിനിശ്ചയം ഉവാച കൈഡഭസ്തത്ര മധും പാർശ്വേ സ്ഥിതം ജലെ. കൈഡഭനാണ് തൻ്റെ അടുത്ത് നിന്ന മധുവിനോട് പറഞ്ഞത്. അവർക്ക് മറുപടി അല്ലെങ്കിൽ അതിനുള്ള ഒരു ഉത്തരം കിട്ടിയില്ല. ഈ സമയത്ത് ഒന്നും തീർച്ചപ്പെടുത്താൻ കഴിഞ്ഞില്ല. കൈഡഭസ്തത്ര മധും പാർശ്വേ സ്ഥിതം ജലേ ഉവാച. കൈഡഭൻ പറഞ്ഞു തൻ്റെ അടുത്ത് തൻ്റെ വശത്തായിട്ട് നിൽക്കുന്ന പാർശ്വത്തിൽ നിൽക്കുന്ന മധുവിനോട്. മധോ, മധുവിനെ വിളിക്കുകയാണ്. നമ്മളൊക്കെ മധുവിനെ വിളിക്കുള്ളൂ അല്ലേ? ഇവിടെ എന്താ? മധോ. മധോ വാമത്ര സലിലേ സ്ഥാതും ശക്തിർ മഹാബല വർത്തതേ ഭ്രാതരചല കാരണം സാഹിമേ മതാം. മധോ, നമുക്ക് ഈ വെള്ളത്തിൽ നിൽക്കാൻ അചലയും മഹാബലവതിയുമായൊരു ശക്തി ഉണ്ടാവണം. നമ്മൾ ഈ വെള്ളത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണമായിട്ടൊരു ശക്തി ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ആ ശക്തിയോ തയാ തതമിദം തോയം തദാധാരം ച തിഷ്ഠതി. ഈ ജലം മുഴുവൻ ആ ശക്തിയുണ്ട്. അതിനെ ആശ്രയിച്ചാണ് ഈ ജലം സ്ഥിതി ചെയ്യുന്നത്. സാ ഏവ പരമാദേവി കാരണം ച തഥാവയോ. ആ പരാശക്തിയായ ദേവിയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. കൈഡഭന് അങ്ങനെ ഒരു തോന്നലുണ്ടായി. ഏവം വിബുദ്ധ്യമാനൗതൗ ചിന്താവിഷ്ടോ യഥാസുരൗ തദാകാശേ ശ്രുതം താഭ്യാം വാഗ്ബീജം സുമനോഹരം. അങ്ങനെ ചിന്താവിഷ്ടരായിരിക്കുന്ന ആ അസുരന്മാർക്ക് ഈ ഒരു ബോധം വന്നപ്പോൾ, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ഈ ഒരു ചിന്ത ഉണർന്നപ്പോൾ ആകാശത്ത് നിന്ന് ഒരു വാഗ്ബീജം അവർക്ക് കേൾക്കാൻ കഴിഞ്ഞു. തദാകാശേ ശ്രുതം താഭ്യാം വാഗ്ബീജം സുമനോഹരം. വളരെ മനോഹരമായിരിക്കുന്ന ഒരു വാഗ്ബീജം. ആ വാഗ്ബീജം അവരെ ശ്രദ്ധിച്ചു കേട്ടു. ഗൃഹീതം
ച തതസ്താഭ്യാം തസ്യാഭ്യാസോ ദൃഢകൃത തദാ സൗദായിനീതൃഷ്ട താഭ്യാം ഘേചോദ്ധിത ശുഭ. ആ വാഗ്ബീജം, ആ മന്ത്രം അവർ ശ്രദ്ധിച്ച് കേട്ടു, അതിനെ അഭ്യസിച്ചു, ഉറപ്പിച്ചു. ആ സമയത്ത് ശുഭസൂചകമായി അവിടെ ഒരു മിന്നൽ പിണർ ഉണ്ടാവുകയും ചെയ്തു. താഭ്യാം വിചാരിതം തത്ര മന്ത്രോയം നാത്ര സംശയ തഥാ ധ്യാനമിതം ദൃഷ്ടം ഗഗനേ സഗുണം കില. ഇത് ഒരു മന്ത്രം തന്നെയാണ്, സംശയമില്ല, അവർക്ക് ഉറപ്പായി. നമ്മുടെ ധ്യാനം സഗുണരൂപം കൈക്കൊണ്ടതാ ആണത്രേ ആകാശത്ത് കണ്ട മിന്നൽ. അപ്പം അതുകൊണ്ട് ഈ മന്ത്രം ജപിക്കാം എന്ന് അവർ തീർച്ചപ്പെടുത്തി. അങ്ങനെ നിരാഹാരോചിതാത്മാനവും ഊണുപേക്ഷിച്ചു, ആത്മാവിനെ അടക്കി ഏകാഗ്രതയോടുകൂടി തന്മനസ്കൗ സമാഹിതവും അതിൽ ബദ്ധശ്രദ്ധരായി ദത്തശ്രദ്ധരായി ബഭൂവതുർവിചിന്യവും ജപധ്യാനപരായണവും ജപധ്യാനപരായണന്മാരായി തീർന്നു അവർ. ഈ മന്ത്രം ജപിച്ചും കൊണ്ടേയിരുന്നു. എത്ര കാലം? ഏവം വർഷസഹസ്രം തു താഭ്യാം തപ്തം മഹാതപ. 1000 വർഷം അവർ ഇത്തരത്തിൽ മഹത്തായ തപസ്സിനെ ചെയ്തു. പ്രസന്ന പരമാശക്തിർ ജാതാസ പരമാതയോ. പരമശക്തി സ്വരൂപിണിയായിരിക്കുന്ന ആ പരാശക്തി ഈ മന്ത്രത്തിലും ജപത്തിലും ധ്യാനത്തിലും ഒക്കെ വലിയ സന്തോഷത്തോടുകൂടി പ്രസന്നതയോടുകൂടി അവിടെ വന്നു. ആ ദൈത്യന്മാരെ കണ്ട് അവരെ അനുഗ്രഹിക്കാൻ ദേവി അശരീരിയായി പറയുകയാണ്. എന്താ? ഖിന്നൗ തൗ ദാനവോ ദൃഷ്ട്വാ തപസേ കൃതനിശ്ചയൗ തയോരനുഗ്രഹാർത്ഥായ. തപസ്സിൽ തന്നെ ഉറച്ചു നിന്ന് ഖിന്നരായി തീർന്ന ദൈത്യന്മാരെ കണ്ട് അവരെ അനുഗ്രഹിക്കാൻ ദേവി വാക്കായി പെയ്തിറങ്ങി. ഇവിടെ പറയുകയാണ്, വരം വാം വാഞ്ചിതം ദൈത്യവും ബ്രൂതം പരമസമ്മതം ദദാമി പരിതുഷ്ടാസ്മി യുവയോസ്തപസാക്കില. ദൈത്യന്മാരെ, നിങ്ങളുടെ ഈ അത്യധികം ഇഷ്ടമായിട്ടുള്ള, നിങ്ങൾക്ക് എന്താണോ വരം വേണ്ടത്, ഇഷ്ടവരത്തെ ചോദിച്ചോളൂ, ഞാൻ തരാം. നിങ്ങൾ രണ്ടുപേരുടെയും തപസ്സുകൊണ്ട് സന്തുഷ്ടയായി തീർന്നു ഞാൻ. ദദാമി പരിതുഷ്ടാസ്മി യുവയോസ്തപസാക്കില. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? സൂതം പറയുകയാണ്, ഇതി ശ്രുത്വാതു താം വാണിം ദാനവാ ഊചതുസ്തദാ സ്വേച്ഛയാ മരണം ദേവി വരം നോ ദേഹി സുഹൃത്ത്. എന്താ വരം വേണ്ടത്? ഞങ്ങൾക്ക്, നമ്മൾ പറയാറില്ലേ, ആ ഇഷ്ടം അവരവരുടെ ഇഷ്ടം അനുസരിച്ച് മരിക്കാൻ സാധിക്കണമെന്ന്. സാധാരണ ആളുകൾക്ക് പറ്റില്ല. സ്വച്ഛന്ത മൃത്യു എന്നുള്ളത് ഒരു പ്രത്യേകമായിട്ടുള്ള കഴിവായിട്ട് അല്ലെങ്കിൽ ഒരു സിദ്ധിയായിട്ട് ഒക്കെ പറയാറുണ്ട്. പക്ഷേ ഇവിടെ വരമായിട്ട് അത് വാങ്ങുകയാണ്. ഹേ സുവ്രതേ, ഞങ്ങൾ ആഗ്രഹിക്കുമ്പോഴേ ഞങ്ങൾക്ക് മരണം സംഭവിക്കാവൂ, ഇങ്ങനെയുള്ളൊരു വരം ഞങ്ങൾക്ക് തരണേ. വാഗുവാച, ആ വാഗ്ദേവത, അവിടെ വാക്കുകൾ ഇവിടെ പെയ്തിറങ്ങി. എന്താ പറഞ്ഞത്? വാഞ്ചിതം മരണം ദൈത്യവും ഭവേദ്വാം മൽപ്രസാദത അജേയൗ ദേവദൈത്യൈശ്ച ഭ്രാതരൗ നാത്ര സംശയ. എൻ്റെ പ്രസാദം കൊണ്ട്, മൽപ്രസാദത, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇച്ഛിച്ച തരത്തിലുള്ള മരണം സംഭവിക്കട്ടെ. നിങ്ങൾ ഭ്രാതരോ, ഈ സഹോദരന്മാരായ രണ്ടുപേരെയും ദേവന്മാരോ ദൈത്യന്മാരോ ജയിക്കില്ല, ഒരു സംശയവും വേണ്ട. നാത്ര സംശയ എന്നാണ്, ഒട്ടും നിങ്ങൾ സംശയിക്കേണ്ട. ഇതിദത്തവരോ ദേവ്യ ദാനവോ മദദർപ്പിതൗ ചക്രതു സാഗരേ ക്രീഡാം യാദോ ഗണസമന്വിതവും ജലജന്തുക്കളോടുകൂടി സമുദ്രത്തിൽ അവര് കളിക്കാൻ തുടങ്ങി. ദേവിയിൽ നിന്ന് വരം ലഭിച്ച രണ്ടുപേരും എന്തായി? മദദർപ്പിതവും, മദം കൊണ്ട് അഹങ്കാരചിത്തരായി. ഇനി ഞങ്ങൾ വിചാരിച്ചാലേ ഞങ്ങൾ മരിക്കുള്ളൂ, അതുകൊണ്ട് തങ്ങളെ കൊല്ലാൻ ആർക്കും സാധിക്കില്ല എന്ന് മധുവും കൈഡഭനും തീരുമാനിച്ചു. കാലേന കിയതാ വിപ്ര ദാനവാഭ്യാം യദൃച്ഛയാ ദൃഷ്ട പ്രജാപതിർ ബ്രഹ്മ പത്മാസനഗത പ്രഭു. ബ്രാഹ്മണരെ, കുറച്ചു നാൾ ഇവിടെ ഇങ്ങനെ കളിയുണ്ടായി. അത് കഴിഞ്ഞപ്പോഴോ ഈ രണ്ട് ദാനവന്മാരും ദാനവാഭ്യാം യദൃച്ഛയാ ബ്രഹ്മാവിനെ കണ്ടു. പ്രജാപതിയും പത്മാസനസ്ഥനും
പ്രഭുവുമായ ബ്രഹ്മാവിനെ യദൃച്ഛയാ ദൃഷ്ട, യാദൃശ്ചികമായിട്ട് കണ്ടു. ബ്രഹ്മാവിനെ കണ്ടപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. എന്താ സന്തോഷം? യുദ്ധം ചെയ്യാൻ ഒരാളെ കിട്ടിയെന്നാണ്. ഇതാണ് സന്തോഷം. ദൃഷ്ടുവാതു മുദിതാവാസ്താം യുദ്ധകാമൗ മഹാബലൗ തമൂചതുസ്തദാ തത്ര യുദ്ധം നൗ ദേഹി സുവ്രത. അവര് ബ്രഹ്മാവിനോട് പറഞ്ഞു, ഹേ സുവ്രത, യുദ്ധം നൗ ദേഹി, ഞങ്ങൾക്ക് യുദ്ധത്തെ തരൂ, ഞങ്ങളുടെ കൂടെ യുദ്ധം ചെയ്യാൻ വരൂ എന്ന് പറയുന്നു. ഇനി യുദ്ധം ചെയ്തില്ലെങ്കിലോ? നോചേൽ പത്മം പരിത്യജ്യ യഥേഷ്ടം ഗച്ഛമാചിരം, ഈ താമരപ്പൂ ഉപേക്ഷിച്ചുപെടുന്ന് പൊക്കോളണം, ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് വേഗം പൊക്കോളൂ. യതിത്വം നിർബലശ്ചാസി ക്വയോഗ്യം ശുഭാസനം, നിനക്ക് ബലമില്ലെങ്കിൽ, നീ ദുർബലനാണെങ്കിൽ എന്തിനാണ് നിനക്ക് ഇത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഏറ്റവും അന്തസ്സുള്ള ഒരു സിംഹാസനം? ഈ പത്മത്തിൽ നിന്ന് എഴുന്നേറ്റ് പൊക്കോളൂ. വീരഭോഗ്യമിതം സ്ഥാനം, വീരന്മാർക്കിരിക്കാനുള്ള സ്ഥാനമാണ് ഇത്. ഈ സ്ഥാനം വിട്ട് കാതരോസി ത്യജാശുവൈ, ഇതിനെ വിട്ടിട്ട് തയോരിതി വചശ്രുത്വ ചിന്താമാപ പ്രജാപതി. നീ ആരാണ്? നീ ഭീരുവാണ്. കാതരോസി ത്യജാശുവൈ, അതുകൊണ്ട് ഇതിനെ ഉപേക്ഷിച്ചോളൂ. ഇവരുടെ വാക്ക് കേട്ടപ്പോൾ ബ്രഹ്മാവ് വല്ലാതെ ആലോചനാമഗ്നനായി മാറി. ദൃഷ്ടുവാച ബലിനോ വീരോ കിങ്കരോമീതി താപസ ചിന്താവിഷ്ടസ്തദാ തസ്ഥൗ ചിന്തയൻ മനസാ തദാ. തപോനിഷ്ഠനായിരിക്കുന്ന ബ്രഹ്മാവ് അതിശക്തന്മാരും പരാക്രമികളും ബലവാന്മാരുമായിരിക്കുന്ന അവരെ കണ്ടപ്പോൾ ഇനി കിം കരോമീതി, ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ അവിടെ ഇരിക്കുന്നു. ആ ഭാഗം വരെയാണ് 6-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ഇനി ബ്രഹ്മാവ് സാക്ഷാൽ ഭഗവാനെയും ഭഗവതിയെയും ഒക്കെ സ്തുതിക്കുന്നതാണ് നമുക്ക് അടുത്ത അധ്യായത്തിൽ, 7-ാമത്തെ അധ്യായത്തിൽ കാണാൻ സാധിക്കുക. അത് നമുക്ക് നാളെ അനുസ്മരിക്കാം. ഇപ്പോൾ അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഈ അക്ഷരപുഷ്പാഞ്ജലി സമർപ്പിക്കുന്നു. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തന്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തന്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു,
ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.